ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5th സ്റ്റാൻഡേർഡിലെ EVSൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം ചാപ്റ്റർ. സ്കൈ നിയർ അറ്റ് ഹാൻഡ്, കയ്യെത്തും ദൂരത്ത് ആകാശം. ദാ ഇവിടെ ഒരു അപ്പൂപ്പനും കൊച്ചുമോളും കൂടെ നിൽക്കുന്നതാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, പറയുന്നത് എന്താണ്? ദ സ്കൈ ഈസ് ഫുൾ ഓഫ് സ്റ്റോറീസ്. ഗ്രാൻഡ് പറയാണ് ആകാശം നിറയെ കഥകളാണ്. നോക്കൂ, വൈ ഡിഡ് ഗ്രാൻഡ് സേ സോ? എന്തുകൊണ്ടാവും മുത്തശ്ശൻ അങ്ങനെ പറയുന്നത്? ഈസ് ഇറ്റ് കറക്റ്റ് ടു സേ സോ? ഇത് ശരിയാണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിയാണ്, ആകാശം നിറയെ എന്താണ്? സ്റ്റോറീസ്. ആകാശത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കഥകൾ ഉണ്ട്. നോക്ക്, ബിയോണ്ട് സ്റ്റോറീസ്, സിൻസ് ഏൻഷ്യൻ ടൈംസ് ദ സ്കൈ ഹാസ് ബീൻ എ വണ്ടർ ഫോർ ഹ്യൂമൻസ്. പീപ്പിൾ ഓഫൺ മേഡ് അപ്പ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് ന്യൂമറസ് സ്റ്റോറീസ് അബൌട്ട്. അപ്പോൾ കഥകൾക്കപ്പുറം എന്തോന്നാണ്? പ്രാചീന കാലം മുതൽ തന്നെ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു. ആകാശ കാഴ്ചകളെ പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. Celestial bodies, it is human nature to cook up stories about the things they don't know and can't explain. If each star of a star cluster is connected to one another, figure of a girl can be seen. The story popular among the Greeks was that she was a princess and she was Andromeda. The name Andromeda is still used to identify this cluster of stars. അപ്പോൾ നമുക്ക് അറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കുക മനുഷ്യ സ്വഭാവമാണ്. അപ്പോൾ ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കല്പിക്കാം. നമുക്ക് അറിയാം, ആകാശം നോക്കിക്കഴിഞ്ഞാൽ നിറയെ നക്ഷത്രങ്ങളെ കാണാൻ പറ്റും അല്ലേ? എണ്ണിയാലും തീരാത്ത അത്രത്തോളം സ്റ്റാർസ് ഉണ്ട്. അവ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഓരോന്നിനും ഓരോ രൂപങ്ങളായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? അങ്ങനെ ആകാശത്ത് കാണുന്നത് ഇവിടെ ഒരു ഈ സ്റ്റാറുകളുടെ ക്ലസ്റ്റർ, നക്ഷത്രക്കൂട്ടത്തെ എല്ലാം കൂടെ പരസ്പരം ബന്ധിപ്പിച്ചപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപമായിട്ടാണ് കണ്ടത്. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നതുമാണെന്നുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കണ്ട, ഒരു രാജകുമാരിയാണെന്നും അതിനെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത്. അപ്പൊ ഈ നക്ഷത്രക്കൂട്ടത്തിന് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ആൻഡ്രോമിഡ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നോക്കാം കഥ എന്താണെന്നും. ദ സ്റ്റോറി ഓഫ് ആൻഡ്രോമിഡ. ആൻഡ്രോമിഡയുടെ കഥ നോക്കാം. സെഫ്യൂസ്, ദ കിങ് ഓഫ് എത്യോപ്യ ആൻഡ് ഹിസ് ക്യൂൻ കാസിയോപ്യ. അപ്പോൾ എന്തോന്നാണ്? എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്യ രാജ്ഞിയുടെയും മകളായിരുന്നു ആര്? ആൻഡ്രോമിഡ എന്ന് പറയുന്നത്. കാസിയോപ്യ വാസ് സോ പ്രൗഡ് ദാറ്റ് ഹെർ ഡാറ്റർ ആൻഡ്രോമിഡ വാസ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ ദാൻ ദ ഗോഡസസ്. അപ്പോൾ എന്തോന്നാണ്? അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളെക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്യ അഹങ്കരിച്ചിരുന്നു. This angered Poseidon, the god of the sea. He sent Cetus, a monster to attack Ethiopia and thus to put an end of the Cassiopeia's arrogance. അപ്പോൾ എന്തോന്നായിരുന്നു? കാസിയോപ്യയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അതാണ് കഥ. King Cepheus was ready to sacrifice his daughter Andromeda to save the kingdom. She was chained to a rock by the sea.
pursues a heroic figure, then arrived and killed the monster. He rescued Andromeda and married her. രാജകുമാരിയെ ആ രാക്ഷസനിൽ നിന്ന് രക്ഷിക്കുകയും സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമെഡയെ രക്ഷിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അതായിരുന്നു കഥ, ആൻഡ്രോമെഡയെ കുറിച്ചുള്ള കഥ. അപ്പോൾ ആൻഡ്രോമെഡ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള സ്റ്റാർസിന്റെ കൂട്ടമാണ്. ക്ലസ്റ്റേഴ്സിനാണ് ആൻഡ്രോമെഡ എന്ന് പറയുന്നത്. സ്റ്റോറീസ് സിമിലർ ടു ആൻഡ്രോമെഡാസ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യ, ചൈനീസ് ആൻഡ് അറബ് കൾച്ചേഴ്സ്. അപ്പോൾ ആൻഡ്രോമെഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ, ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലും ഉണ്ട്. But there were people who searched for the reality beyond these stories. They are the astronomers. Galileo, Copernicus, and Newton are just some of them. In India too, there were astronomers like Aryabhatta and Bhaskaracharya. അപ്പോൾ എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടനുമെല്ലാം അവരിൽ ചിലരാണ്. ഈ ആസ്ട്രോണമേഴ്സിൽ ചിലരാണ് ആരൊക്കെ? ഗലീലിയോ, കോപ്പർനിക്കസ് ആൻഡ് ന്യൂട്ടൺ. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടനുമെല്ലാം ഈ ആസ്ട്രോണമേഴ്സിൽ വരുന്നതാണ്, ജ്യോതിശാസ്ത്രജ്ഞരിൽ വരുന്നതാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. ആകാശ കാഴ്ച നിങ്ങൾക്കും വിസ്മയമായി തോന്നിയിട്ടുണ്ട് അല്ലേ? നോക്ക്, സ്കൈ വാച്ചിങ്. ക്യാൻ യു ഇമാജിൻ എനി ഷേപ്പ് ഇൻ ദ ഡോട്ട്സ് ഗിവൺ ഇൻ ദ പിക്ചർ? കണക്ട് ദ ഡോട്ട്സ് ആൻഡ് ഡ്രോ ദ ഷേപ്പ് യു സീ. ആകാശം നിരീക്ഷിച്ച് ചിത്രത്തിലുള്ള കുത്തുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപം കാണാൻ പറ്റുന്നുണ്ടോ? കുത്തുകൾ യോജിപ്പിക്കാനാണ്. നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ഇതുപോലെ ഒരുപാട് നക്ഷത്ര കൂട്ടങ്ങളെ കാണാൻ പറ്റും. അവ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സമയം ഓരോ രൂപത്തിലായിരിക്കും അതിനെ നമുക്ക് കാണുക. അടുത്ത് നോക്കൂ. ലൈക്ക് ദിസ് വി ക്യാൻ ഇമാജിൻ ഡിഫറെൻറ്റ് ഷേപ്സ് കണക്റ്റിംഗ് ദ നിയർ ബൈ സ്റ്റാർസ് വിച്ച് ആർ സീൻ ഇൻ ദ സ്കൈ. മെനി സ്റ്റോറീസ് അബൌട്ട് ദ സ്റ്റാർസ് എവോൾവ്ഡ് ഇൻ ദ മാനർ. ദ ഏൻഷ്യൻറ്റ് പീപ്പിൾ ഇമാജിൻഡ് സർട്ടൻ ഷേപ്പ് കണക്റ്റിംഗ് ദ നൈബറിംഗ് സ്റ്റാർസ്. ദേ ഗേവ് ദ നെയിംസ് ഓഫ് ദ mythological characters exist in the respective regions to identify the stars. They observed and understood the relationship between the position of stars and the climate. The farmers identified the relation of drought, rain, and recurring overflow of rivers with the position of stars. They used this information for farming. Moreover, the position of the stars helped the travelers to identify direction. അപ്പോൾ നോക്ക്, ഇതുപോലെ ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ സങ്കല്പിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റി പല കഥകളും ഉണ്ടായത്. എന്നാൽ പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതാത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു മനസ്സിലാക്കി. വരൾച്ച, മഴ, നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. അപ്പോൾ കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. അപ്പോൾ പണ്ട് കാലത്ത് ഒരുപാട് രീതിയിൽ ഇതുപോലെയുള്ള സ്റ്റാർസുകൾ മനുഷ്യരെ സഹായിച്ചിരുന്നു. അപ്പോൾ കാലാവസ്ഥ, വരൾച്ച, പിന്നെ മഴ, അതൊക്കെ അറിയാനും, പിന്നെ എന്തോന്നാണ് വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം അതറിയാനും, പിന്നെ അതുപോലെ സഞ്ചാരികൾക്ക് ദിക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർസ് നമുക്ക് പണ്ട് കാലത്തുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിരുന്നു. ഓക്കെ, സമയം അറിയാനൊക്കെ ഈ സ്റ്റാർസ് ഇപ്പോൾ ഈ നട്ടപാതിരാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ സ്റ്റാർസ് ഇപ്പം ഏറ്റവും നമ്മുടെ തലയ്ക്ക് മുകളിലൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതിപ്പോൾ 12 മണിയാണ്, അത് പിന്നെ അതിൻ്റെ ചലനം മാറി 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 വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് അവർ ടൈമും അറിയാനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, വാട്ട് ഈസ് സ്കൈ? എന്താണ് ആകാശം? Where does the sky begin? എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാമാണ് ആകാശത്ത് കാണുന്നത്? What do you see the sky when we look at from the earth?
നോക്ക് ഇവിടെ നോക്ക്. വി ആർ ട്രാവലിംഗ് ത്രൂ ദ സ്കൈ ബട്ട് വിത്തിൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. ആര് പറയുന്നതാണ്? ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്താണ്. ആരൊക്കെ? പ്ലെയിനും പക്ഷിയും. ഇറ്റ് ഈസ് ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ആൾ ദ ട്രീസ് എക്സിറ്റ് ദ ബേർഡ്സ് ആൻഡ് ദ എയർക്രാഫ്റ്റ്സ് ഫ്ലൈ ആൻഡ് ദ ക്ലൗഡ്സ് ഫ്ലോട്ട്സ്. അപ്പോൾ മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ദ മൂൺ, ദ സൺ ആൻഡ് ദ സ്റ്റാർസ് ആർ ഇൻ ദ സ്പേസ്. സ്പേസിൽ ആരൊക്കെയുണ്ട്? ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെയാണ് ബഹിരാകാശത്ത്. ബഹിരാകാശത്ത് ആരൊക്കെ കാണാം? ചന്ദ്രനെ, സൂര്യനെ, സ്റ്റാർസിനെയൊക്കെ കാണാം. അപ്പോൾ എന്താണ് ബഹിരാകാശം? ദ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ദ സ്പേസ് ഈസ് ദ ഹാർഡ് വാക്വം വിത്തൗട്ട് എയർ ഔട്ട്സൈഡ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ദ സ്പേസ് ഈസ് എ ഹാർഡ് വാക്വം വിത്തൗട്ട് എയർ. എയർ ഇല്ലാത്ത, ഔട്ട്സൈഡ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ, ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത്, സ്പേസ് എന്ന് പറയുന്നത്. When viewed from the earth, we feel that the celestial bodies are on the same plane. It is really like that. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. നമുക്ക് ഒത്രയും അകലത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഒരുപോലെ ഒരിടത്താണെന്ന് തോന്നും. പക്ഷേ അവ തമ്മിൽ ഒരുപാട് ഡിഫറൻസ്, വ്യത്യാസം ഉണ്ട്. ഓക്കെ, നോക്കൂ. സൺ ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 13 lakhs എർത്ത് 15 crore കിലോമീറ്റർ അവേ ഫ്രം ദ എർത്ത്. സൂര്യൻ എന്ന് പറയുന്നത് 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയുടെ 13 ലക്ഷം ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ട, അത്രയും ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് അടുത്തായിട്ട് തോന്നും, പക്ഷേ അത്രയേറെ ഡിസ്റ്റൻസ് ഉണ്ട്. അടുത്ത് നോക്കുക. ആൽഫ സെന്റോറി എ ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 16 lakh എർത്ത് 40 lakh crore കിലോമീറ്റർ ഫാർ ഫ്രം ദ എർത്ത്. എന്തോന്നാണ്? 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുണ്ട്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏത്? ആൽഫ സെന്റോറി. അടുത്ത എർത്ത് ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് 50 മൂൺസ്. മൂൺസിന്റെ 50 മൂണിന്റെ അത്രയും വലുപ്പമുണ്ട് ഭൂമി എന്ന് പറയുന്നത്. ചന്ദ്രൻ അടുത്ത മൂൺ 3.84 lakh കിലോമീറ്റർ അവേ ഫ്രം ദ എർത്ത്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ആണ്? 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആര് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് എല്ലാം അടുത്തടുത്താണെന്ന് തോന്നും. പക്ഷേ ഓരോ പ്ലാനറ്റുമായിട്ടും ഒരുപാട്, സണ്ണിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ് ഓരോ പ്ലാനറ്റും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ കോൺസ്റ്റലേഷൻസ്? Constellations are group of stars imagined into shapes by joining them together using lines. അപ്പോൾ എന്താണ് നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് അവയെ ആകൃതികളായി സങ്കല്പിക്കുന്ന നക്ഷത്രങ്ങളെ ഗ്രൂപ്പാണ് നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നക്ഷത്രഗണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് അവയെ ആകൃതികളായ സങ്കല്പിച്ച് നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പുകളായിട്ട് മാറ്റുന്നതാണ് നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിലിനി ഓരോന്നിനെ കുറിച്ചാണ് പറയുന്നത്. നക്ഷത്ര ഗണങ്ങൾ. സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആർ നോൺ ആസ് കോൺസ്റ്റലേഷൻസ്. നക്ഷത്രങ്ങളുടെ കൂട്ടത്തിനാണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. കോൺസ്റ്റലേഷൻസിനെ കുറിച്ചാണ് നമ്മൾ താഴോട്ട് പഠിക്കുന്നത്. നോക്കാം. ആദ്യത്തേതിൽ ദ ഹണ്ടർ, ഓറിയോൺ എന്ന് പറയും. This is a constellation visible in the eastern horizon at the dusk in December. എന്തോന്നാണ്? ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്ക് ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് ഇത്. ഏതാണ്? വേട്ടക്കാരൻ എന്ന് പറയും, ഓറിയോൺ.
When the stars are connected, we can imagine the shape of a hunter and hence given the name hunter. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഹണ്ടർ എന്ന്? ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാകും. അതുകൊണ്ടാണ് അവയ്ക്ക് എന്തോന്നെന്ന് പേരിട്ടത്? ഹണ്ടർ ഓർ ഓറിയോൺ എന്ന് പേരിട്ടത്. The Greeks gave the name Orion to constellation which the name of a hunter in their mythology. അപ്പോൾ ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയത്. ഓറിയോൺ എന്ന പേരാണ് ഈ വേട്ടക്കാരനായ നക്ഷത്രങ്ങൾക്ക് നൽകിയത്. ഓക്കെ, മനസ്സിലായ? അപ്പൊ ദ ഹണ്ടർ ഓർ ഓറിയോൺ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ദിസ് ഈസ് ദ കോൺസ്റ്റലേഷൻ വിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹൊറിസോൺ അറ്റ് ഡസ്ക് ഇൻ ദ ഡിസംബർ. ഒരു പോയിന്റ് അത് പറയാം. എന്തോന്നാണ്? ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ, വെൻ ദ സ്റ്റാർസ് ആർ connected, we can imagine the shape of a hunter and hence given the name hunter. അപ്പോൾ ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാവും. അത് രണ്ടാമത്തത്. The Greeks gave the name Orion is the constellation which the name of a hunter in their mythology. മൂന്നാമത്തെ എന്തോന്നാണ്? ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. 3 പോയിന്റേ ഉള്ളൂ, പെട്ടെന്ന് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. പഠിക്കാലോ. എന്താണ് ഹണ്ടർ എന്നുള്ളത്? ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ എന്ന് പറയുന്നത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം കിട്ടുന്നത് കൊണ്ടാണ് അവയെ വേട്ടക്കാരൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരൻ എന്തോന്നാണ്? ഓറിയോൺ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഓറിയോൺ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. സപ്തർഷികൾ. This is a constellation in the northern horizon clearly visible during the month of April without the aid of a ടെലിസ്കോപ്പ്. അപ്പൊ ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രങ്ങളാണ് ഏത്? സപ്തർഷികൾ എന്ന് പറയുന്നത്. ഒരു പോയിന്റ്. ടെലിസ്കോപ്പ് ഇല്ലാതെ ഏത് മാസം? ഏപ്രിൽ മാസത്തില് ആകാശത്ത് നോക്കിയാൽ കാണുന്ന എന്തോന്നാണ്? നക്ഷത്രങ്ങളുടെ കൂട്ടം. അതാണ് സപ്തർഷീസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്തോന്നാണ്? The name Saptarshis was given by Indians because 7 stars could be seen very clearly in the constellation. ഇതിൽ എത്ര സ്റ്റാർസ് ആണുള്ളത്? 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. സപ്തം എന്ന് പറഞ്ഞാൽ 7 എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ പേര് വന്നത് 7 നക്ഷത്രങ്ങൾ ചേർന്നു എന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ പോയിന്റ്. In European countries, it is known as the Big Dipper. അപ്പൊ യൂറോപ്യൻ കാര്യം എന്തോന്നാണ്? വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്ന് ഇതിന് പറയുന്നു. പിന്നെന്തോന്നാണ്? അതെന്തോന്നാണ്? ഇറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് എ ബിഗ് സ്പൂൺ. ഒരു വലിയ സ്പൂണിന്റെ ഷേപ്പാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റലേഷൻ അർസ മേജർ. അപ്പോൾ അർസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. അർസ മേജർ എന്ന കോൺസ്റ്റലേഷന്റെ പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് മോർ കോൺസ്റ്റലേഷൻ ലൈക്ക്. കൂടുതൽ നിങ്ങൾ കണ്ടെത്താനാണ് ഇത് കണക്ക് ഈ നക്ഷത്രഗണങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. അപ്പൊ സപ്തർഷി എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് കാണുന്നത്? ദൂരദർശിനിയുടെ ഒന്നും സഹായം ഇല്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്ര കൂട്ടമാണ് എന്തോന്ന് പറയുന്നത്? സപ്തർഷികൾ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്തോന്നാണ്? 7 നക്ഷത്രങ്ങൾ ചേർന്നാണ് ഈ സപ്തർഷികൾ രൂപം കൊണ്ടിട്ടുള്ളത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്ന് ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമാണ് ഇത്. ഓക്കെ, പഠിച്ചൂടെ? സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ സ്റ്റാർ വാച്ചിങ് ക്യാമ്പ് ഓർഗനൈസ്ഡ് ഇൻ എ സ്കൂൾ. ഇതാ കൊടുത്തിരിക്കുന്ന കണ്ട ഒരു പിക്ചർ സ്റ്റാർ വാച്ചിങ് ക്യാമ്പാണ്. നക്ഷത്ര നിരീക്ഷണ ക്യാമ്പ്. സ്കൂളിൽ സംഘടിപ്പിച്ച നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിന്റെ ചിത്രം നോക്കൂ. വലിയ ടെലിസ്കോപ്പ് ഒക്കെ വെച്ചിട്ട്
നോക്കുന്നതാണ്. നോക്ക്, യു മേ ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ എ സ്റ്റാർ വാച്ചിങ് ക്യാമ്പ് ആൻഡ് ലേൺ മോർ അബൌട്ട് ദ സ്കൈ. ഇഫ് ദ സ്കൈ ഈസ് ക്ലൗഡി ഓർ ദർ ഈസ് ടു മച്ച് ലൈറ്റ് അറൗണ്ട്, സ്റ്റാർ വാച്ചിങ് വിൽ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ എന്തോന്നാണ്, നിങ്ങൾ ഒരു നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിൽ പങ്കെടുത്ത് ആകാശത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു നക്ഷത്ര നിരീക്ഷണ ക്യാമ്പിൽ വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകാശം മേഘാവൃതമായാലും ചുറ്റുപാട് നിന്ന് അമിതമായി പ്രകാശമുണ്ടായാലും നക്ഷത്ര നിരീക്ഷണം പ്രയാസമാകും, അല്ലേ? നമുക്ക് തന്നെ അറിയാം, ആകാശം എന്തോന്ന് മഴക്കാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല. പിന്നെന്തോന്നാണ്, ഒരുപാട് പ്രകാശം ഉണ്ടായിരുന്നാലും നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പ്രയാസമായിരിക്കും. വാട്ട് പ്രിപ്പറേഷൻ ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്? നക്ഷത്ര നിരീക്ഷണത്തിന് എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്? അത് അടുത്ത താഴോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആൻസർ. പിന്നെന്തുവാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? there are softwares that help the sky watching. try watching to sky using K-Star Stellarium installed your school. അപ്പോൾ ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അത് ഏതൊക്കെയാണ്? K-Starഉം സ്റ്റെലേറിയവും ആണ്. അതുപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വാട്ട് പ്രിപ്പറേഷൻ ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്? നക്ഷത്ര നിരീക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തണം? എന്തൊക്കെ നടത്തണം? വാട്ട് പ്രിപ്പറേഷൻസ്? എ പ്ലേസ് വിത്ത് എ ക്ലിയർ വ്യൂ ഓഫ് ദ സ്കൈ ഷുഡ് ബി ചൂസൺ. തന്നല്ലോ, മേഘാവൃതമായ അന്തരീക്ഷമുള്ള ദിവസം നമുക്ക് ഒഴിവാക്കണം. എന്താണ്, കാർമേഘങ്ങളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് നേരെ സ്കൈ കാണാൻ പറ്റില്ല, നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല. ഡു നോട്ട് ചൂസ് എ പ്ലേസ് ദാറ്റ് ഈസ് ടു ബ്രൈറ്റ്. ഒരുപാട് ബ്രൈറ്റ് എന്ന് വെച്ചാൽ പകലൊക്കെ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുമോ? ഇല്ല. വെട്ടമുള്ള സമയത്തൊന്നും വ്യക്തമായ ആകാശം കാണുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. ചൂസ് എ ക്ലിയർ നൈറ്റ്. ക്ലിയർ നൈറ്റ് ആയിരിക്കണം. എ ക്ലൗഡി ഡേ ഷുഡ് ബി അവോയ്ഡ്. ക്ലൗഡി ഡേ ഒഴിവാക്കുക. യൂസ് എ സ്റ്റാർ മാപ്പ് ഓർ ആപ്പ്. കൂടുതൽ പ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുക്കരുത്. നമ്മളിപ്പോൾ സ്റ്റാർ മാപ്പോ ഒരു ആപ്പോ യൂസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്തോന്ന് ചെയ്യുക, സ്റ്റാറിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത് നോക്കൂ, സ്പേസ് സ്റ്റേഷൻ, ബഹിരാകാശ നിലയം. വി ഒബ്സർവ് ദ സ്റ്റാർസ് ഫ്രം ദ എർത്ത്. വാട്ട് ഇഫ് we observe and conduct experiments from the space itself? A space station is a laboratory set up in the space. അപ്പോൾ ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് തന്നെ പരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും സൗകര്യമൊരുക്കിയാലോ. അതിനായി ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. അപ്പൊ ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം എന്ന് പറയുന്നത്. എ സ്പേസ് സ്റ്റേഷൻ ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദ സ്പേസ്. സ്പേസിൽ ഒരു ലബോറട്ടറി സെറ്റപ്പ് നടത്തിയ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് എ സ്പേസ് സ്റ്റേഷൻ. ബഹിരാകാശ നിലയത്തിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? What problems can be faced by the people who reach the space station for experiment? പരീക്ഷണങ്ങൾക്ക് മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക? നമ്മളിപ്പോൾ ഇടയ്ക്ക് തന്നെ കണ്ടായിരുന്നു, മറ്റേ സുനിത വില്യംസ് സ്പേസ് യാത്ര നടത്തിയിട്ട് എത്രയോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് തിരികെ വന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടേണ്ടി വരുന്നത്? നോ എയർ, അവിടെ എയർ ഉണ്ടാവില്ല, വായു ഉണ്ടാവില്ല. നോ വാട്ടർ, നോ ഗ്രാവിറ്റി, നോ സൗണ്ട്, നോ വെയിറ്റ്. വായു ഉണ്ടാവില്ല, ജലം ഉണ്ടാവില്ല, ഭാരം അനുഭവപ്പെടില്ല, ശബ്ദമില്ല, ഗുരുത്വാകർഷണമില്ല. ഇങ്ങനെ പറന്ന് നടക്കുമില്ല, പറക്കും പോലെ പറന്ന് നടക്കും, അല്ലേ? അതിനൊക്കെ കുറിച്ച് നമുക്ക് കുറച്ച് ഏകദേശ രൂപമൊക്കെ ഉണ്ടാവും. ചില ഫിലിമുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ അതിനൊക്കെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. സ്പേസിൽ എയർ ഉണ്ടാവില്ല, വാട്ടർ ഉണ്ടാവില്ല, ഗ്രാവിറ്റി ഉണ്ടാവില്ല, വെയിറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു ദ എർത്ത്. എർത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്, ആകാശഗോളമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ചന്ദ്രന് നക്ഷത്രങ്ങളെക്കാൾ വലിപ്പമുണ്ടോ? ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ? ഉണ്ടോ? നക്ഷത്രങ്ങളെക്കാൾ വലിപ്പം ഇല്ല, പക്ഷെ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനും കഴിയില്ല.
The moon revolves around the earth. Satellites are the celestial bodies which revolve around the planets. The moon is a satellite of the earth. The light of the sun that falls on the moon gets reflected. The reflected light makes the moon glow and we see it as the light of the moon. അപ്പോൾ എന്താണ്? ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ദ മൂൺ. The moon is the biggest and the brightest body in the sky at night. Isn't it? What could be the reason? അപ്പോൾ രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതുമായി കാണുന്നത് ചന്ദ്രനെയാണല്ലോ. എന്താണ് കാരണം? ദ മൂൺ ഈസ് എക്കോ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായി നാം കാണുന്നത്. അപ്പോൾ ചന്ദ്രന്റെ പ്രകാശം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എന്തോന്നായിട്ട് കാണുന്നത്? ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ മനസ്സിലായോ? അതിൽ 2 ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇതിൽ തന്നെയുണ്ട്. ചന്ദ്രന് നക്ഷത്രങ്ങളെക്കാൾ വലുപ്പമുണ്ടോ? ചന്ദ്രൻ സ്വയം പ്രകാശിക്കാൻ കഴിയുമോ? ഇല്ല. അതിൻ്റെ ആൻസറാണ് ഇതായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ചന്ദ്രന്റെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ്. റൈറ്റ് ദം. വാട്ട് ആർ സം അതർ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ. മൂണിന്റെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ്. അപ്പം ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. എർത്തിന് ചുറ്റുമാണ് ആര് റൗണ്ട് ചെയ്യുന്നത്, റിവോൾവ്സ് ചെയ്യുന്നത്? മൂൺ. സാറ്റലൈറ്റ്സ് ആർ ദ സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് റിവോൾവ് അറൗണ്ട് ദ പ്ലാനറ്റ്സ്. അപ്പൊ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്നവയെ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ദ മൂൺ ഈസ് എ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. എർത്തിന്റെ സാറ്റലൈറ്റ് ഏതാണ്? മൂണാണ് എർത്തിന്റെ സാറ്റലൈറ്റ്. അത് ഒൺവേഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ദ ലൈറ്റ് ഓഫ് ദ സൺ ദാറ്റ് ഫാൾസ് ഓൺ ദ മൂൺ ഗെറ്റ്സ് റിഫ്ലക്റ്റഡ്. അപ്പോൾ സണ്ണിലെ ലൈറ്റ് മൂണിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് മൂൺ പ്രകാശിക്കുന്നതായിട്ട് കാണുന്നത്. ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് മേക്ക് ദ മൂൺ ഗ്ലോ ആൻഡ് വി സീ അറ്റ് ദ ലൈറ്റ് ഓഫ് ദ മൂൺ. അങ്ങനെയാണ് നമുക്ക് മൂൺ പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ക്യാൻ യു മൂൺ ഷൈൻ ഓൺ ഇറ്റ്സ് ഓൺ? The light of the sun that falls on the moon gets reflected. The reflected light makes the moon glow and we see as the light of the moon. എങ്ങനെയാണ് മൂൺ പ്രകാശിക്കുന്നതെന്ന് മനസ്സിലായോ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂൺ എന്ന് പറയുന്നത് ആരുടെ സാറ്റലൈറ്റ് ആണ്? എർത്തിന്റെ സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? അടുത്ത് നോക്കാം. ഹലോ ക്വസ്റ്റ്യൻ. The moon is a bigger and brightest body in the sky at night. What could be the reason? The moon is the closest celestial body to Earth. That is why the moon is brightest and largest in the night sky. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതുമായി കാണുന്നത് ചന്ദ്രനെയാണല്ലോ. എന്താണ്? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതുമായി ചന്ദ്രനെ കാണുന്നത്. പിന്നെ ചന്ദ്രന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്. ദ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് celestial body of the earth. The moon revolves around the earth. The moon is the satellite of the earth. The light of the sun falls on the moon gets reflected. The reflected light makes the moon glow in see the light of the moon. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പോയിന്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ചന്ദ്രൻ ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായി നാം കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? 2 ക്വസ്റ്റ്യൻ പഠിക്കാനുള്ളത്. അടുത്ത്, വാട്ട് ആർ സം അതർ ഫീച്ചേഴ്സ് ഓഫ് ദ മൂൺ? മൂണിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മൂൺ എങ്ങനെയാണ് കാണുന്നത്? സ്പിറിക്കൽ, ഗോളാകൃതിയിലാണ്. നോ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷമില്ല. നോട്ട് സെൽഫ് ലൂമിനസ്, ഭൂമിയുടെ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ്. നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ്. റൊട്ടേറ്റ്സ് ഇറ്റ് സെൽഫ്, സ്വയം തിരിയുന്നു. റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്, ഭൂമിയെ ചുറ്റുന്നു. ഓക്കെ, ഇതൊക്കെ ചന്ദ്രന്റെ മറ്റ് പ്രത്യേകതകളാണ്. അതും പഠിക്കാനുള്ളതാണ്. അടുത്ത് നോക്കൂ. വാട്ട് ആർ ലൂമിനസ് ഒബ്ജക്ട്സ് ആർ ദെയർ ഇൻ ദ സ്കൈ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ സൺ ഈസ് ക്ലോസസ്റ്റ് ടു സ്റ്റാർ
to Earth. Like the sun, there are billions of stars in the universe. Many stars have planets and their satellite. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? പ്രകാശിക്കുന്ന ഏതെല്ലാം വസ്തുക്കൾ ആകാശത്തുണ്ട്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങളെയും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ എന്താണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അവയെല്ലാം സ്വയം പ്രകാശിക്കുന്നവയാണ്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെസ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ടു ഡിഫറൻഷിയേറ്റ് ദ സ്റ്റാർസ് ആൻഡ് അതർ സെലസ്റ്റിയൽ ബോഡീസ്? നക്ഷത്രങ്ങളെയും മറ്റു ആകാശഗോളങ്ങളെയും എങ്ങനെ വേർതിരിച്ചറിയാം? എങ്ങനെ? സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡീസ്, ബട്ട് പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ആർ നോട്ട് സെൽഫ് ലൂമിനസ്. അപ്പൊ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അടുത്തെന്താ പറയാം? ദ ലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ ദീസ് ബോഡീസ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് ഇറ്റ് മേക്സ് ദം ഗ്ലോ. അപ്പോൾ അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. അടുത്ത് വി perceive them as a luminous because the reflection of light. While observing the sky, we see the stars twinkling whereas the planets shine without twinkling. അപ്പം നമുക്ക് ആകാശത്ത് നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും സ്റ്റാർസിൽ പ്രകാശം പ്രതിഫലിക്കുന്നു, അതുകൊണ്ടാണ് അവ ട്വിങ്കിൾ ചെയ്യുന്ന മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ഇതുപോലെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നാത്തത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു, അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. ഓക്കെ, ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.